അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പടച്ചവനെ, പ്രവാചകൻ ആ ചോദ്യം അങ്ങ് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, നീ ചോദിച്ച ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമായി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കിടിയുമ്പോൾ ഖബർ പൊളിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും കടന്നു വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം ഈ സ്നേഹം എന്നോട് കാണിക്കുമോ? ഈ സ്നേഹം അപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? എന്നോട് വല്ല പരിചയം കാണിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ട്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാ ഫലാ യദ്കുറു അഹദുൻ അഹദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാ വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഭാര്യ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മതന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ, കൂടപ്പുറപ്പോ കൂട്ടുകാരോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. ഒരാളും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഏതാണ് നബിയേ? ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? എന്റെ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ ആ 3 രംഗം ഞാനും നിങ്ങളും നേരിടേണ്ടവരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ ഒരാളും നിന്റെ കൂടെ ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറയുകയാണ്, പടച്ചുറപ്പ് വിചാരണ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അല്ലാഹു ഹിസാബ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. ഈ ജീവിതത്തിൽ ജീവിക്കുന്ന കാലയളവില് ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ആ രംഗമുണ്ടല്ലോ, ആ രംഗം നിന്നെ ഒരാളും സഹായിക്കില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, നന്മതിന്മ എഴുതിയ കിതാബ് തൂക്കുന്ന രംഗമുണ്ടല്ലോ, മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ. ആ ത്രാസിന്റെ മുന്നിലെത്തിയ ഒരാളും നിന്റെ കൂടെ ഉണ്ടാകില്ല. ഒരാളും നിന്റെ കൂടെ ഉണ്ടാകില്ല. 3-ാമത്തെ സ്ഥലം ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാ ഫലാ യദ്കുറു അഹദുൻ അഹദാ. പിന്നെ ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന്
പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം നമുക്ക് കടക്കേണ്ടവരാ. ആ പാലത്തിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ. ആ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെയല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, സിറാത്ത് എന്ന് പറയുന്ന പാലത്തെ കുറിച്ച് പഠിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അസ്സിറാത്തു അലാ ജഹന്നമ മിസ്ല ഹർഫി സൈഫി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു പാലമാണ് സിറാത്ത്. പെണ്ണെ, ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അതുപോലെയാണ് സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളാട്, വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ളതാ, വല്ലാത്ത വഴിപഴുപ്പാട്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള പാലമെന്ന്, അതാ ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ് സിറാത്ത് എന്ന പാലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കണ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, വേറെ ഒരു വഴിയില്ല. ആരായാലും ഇതിന്റെ മുകളിൽ കൂടെ തന്നെ പോകണം, നടക്കണം, കാലുവെച്ച് നടക്കണം. ആ പാലത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയൂ. ഈ പാലത്തിനാണെങ്കിൽ വല്ലാത്ത നേർമയാ. ഒരു മുടി 7 മുറിച്ചു, അതിലൊരംശം നമ്മൾ നോക്കുമ്പോ എത്ര നേർമയാണോ അതേപോലത്തെ നേർമയായി ഈ പാലത്തിന്. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ വല്ലാത്ത മൂർച്ച, വല്ലാത്ത ഇരുള്, വല്ലാത്ത വഴുവഴുപ്പ്. പടച്ചവനെ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുണ്ടെന്ന ഈ പാലത്തിന്. പല പല ഹദീസുകളുണ്ട്. 15,000 വർഷത്തെ വഴിദൂരമുണ്ട്, 50,000 വർഷത്തെ വഴിദൂരമുണ്ട്, 75,000 വർഷത്തെ വഴിദൂരമുണ്ടെന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇറക്കവും നിരപ്പുമായിട്ട് കോടാനുകോടി വർഷം സഞ്ചരിച്ചാലേ സ്വർഗത്തിലെത്താൻ കഴിയും. അവിടത്തെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലെ 50,000 കൊല്ലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവിടത്തെ 50,000 കൊല്ലമാണ് അവിടത്തെ ഒരു ദിവസം. അപ്പൊ എത്ര കൊല്ലം നടന്നാലേ നമ്മളൊന്ന് സ്വർഗത്തിൽ ചെല്ലുക? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര കോടാനി വർഷം നമ്മൾ സഞ്ചരിച്ചാലാ ഈ സിറാത്ത് ഒന്ന് കടന്ന് സ്വർഗമെത്താ? നരകത്തിന്റെ മുകളിലാണ്. നരകത്തിന്റെ കൊളുത്തുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു. ജനങ്ങൾ ഇങ്ങനെ കോരിയിട്ട് കൊണ്ടുപോവാ. നരകത്തിന്റെ തീയിലേക്ക് പ്രാണികൾ കരിഞ്ഞു വീഴുന്നത് പോലെ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ജനങ്ങളുടെ നരകത്തിലേക്ക് കരിഞ്ഞു വീഴാ. ഈ നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കണ ഈ പാലത്തിലൂടെ വേണം എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടെന്ന് വിളിച്ചു പറയുന്നു, മലക്കുകളല്ല, ഇരിക്കുന്നത് പ്രവാചകന്മാരാണോ? മലക്കുകൾ വിളിച്ചു പറയുന്നു, അവര് പ്രവാചകന്മാരല്ല. പിന്നെ ഇവരാരാണ്? അവിടെന്ന് പറയുന്നു, മനുഷ്യ, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാ, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാ. അവിടെന്ന് മലക്കുകൾ പറയുമ്പോ ജനങ്ങളോടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ജനങ്ങളോടി ചെന്നിട്ട് ചോദിക്കുകയാ, ബി അയ്യുൽ അമാലി അലാ ഹാദിഹി ദറജാത്ത്, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവര് നാളെ മുഖം പ്രകാശിക്കുന്നവരായി, സ്വർണത്തിന്റെ രോമങ്ങളുമായി, സ്വർണത്തിന്റെ പാത്രവുമായി, സ്വർണത്തിന്റെ സിംഹാസനത്തിൽ നീ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിങ്ങനെ ഇരിക്കുമ്പോ പലരും വന്നിട്ട് നിന്നോട് ചോദിക്കും, നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാ? എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്തത്? എന്താണ് നിനക്ക് അല്ലാഹു ഇത് തരാനുള്ള കാരണം? എന്താ? അവിടെന്ന് പറയുന്നു, പൊന്നുമോനെ, ഒരുപാട് നിസ്കരിച്ചവനല്ല, ഒരുപാട് നോമ്പ് പിടിച്ചവനല്ല, ഒരുപാട് സദഖ കൊടുത്തവനല്ല, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനല്ല. പിന്നെ അല്ലാഹു ഈ പ്രതിഫലം
പ്രതിഫലം തരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു എനിക്ക് ഈ പദവി തരാനുള്ള കാരണം എന്തെന്നറിയുമോ? അവിടെന്ന് പറയുകയാണ്, ബൽ കുന്നാ നുഹാഫിദു അലാ സ്വലവാത്തിൽ ഖംസി മഅൽ അവിടെന്ന് പറയുകയാ, അല്ലാഹു എനിക്ക് ഈ പദവി തരാനുള്ള കാരണം എന്തെന്നറിയുമോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പള്ളിയിലേക്ക് നടന്നുപോയി ജമാഅത്തായി നിസ്കരിച്ചതിന് പടച്ചറപ്പ് തന്ന പ്രതിഫലമാ എന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു മനുഷ്യർ കിട്ടുന്ന പ്രതിഫലം ഇതാണ്. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അള്ളാഹു നിനക്ക് കൈ തന്നല്ലോ, അള്ളാഹു നിനക്ക് കണ്ണ് തന്നല്ലോ, അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ, എന്തേ നിനക്ക് കഴിയാത്തത്? എന്തേ പള്ളിയിലേക്ക് പോകാ, എന്തേ നമസ്കരിക്കാ പോകാ നിനക്ക് തോന്നാത്തതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവനാട്, ഞാൻ ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്തവനാട്, പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിൽ എന്നെ കൊണ്ടുവരാൻ ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് നബിയേ, ഞാൻ എന്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ നബിയേ, എന്നെ കൊണ്ടുവരാൻ ആരെയും കിട്ടാതെ വരുമ്പോ ഞാനൊന്ന് പള്ളിയിൽ നിസ്കരിച്ചോട്ടെ എന്ന് ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് വിളിക്കുന്ന ശബ്ദം എന്റെ വീട്ടിൽ കേൾക്കാൻ നബിയേ. ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ചെറുപ്പക്കാരനായ സ്വഹാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? പടച്ചവനെ, ഒരു കയറെടുത്തിട്ട് പള്ളിയുടെ മുന്നിൽ കെട്ടണം, മറുഭാഗം നിന്റെ വീട്ടിൽ കെട്ടണം, എന്നിട്ട് അതിൽ പിടിച്ചിട്ടാണെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു എന്ത് പ്രയാസവാ തന്നത്? നിന്റെ കണ്ണിന് അല്ലാഹു കാഴ്ച തന്നല്ലോ, നിന്റെ ചെവിക്ക് അല്ലാഹു കേൾവി തന്നല്ലോ, നിന്റെ കൈകാലിന് അല്ലാഹു സ്വാധീനം തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ. എന്നിട്ട് പോലും പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിനക്ക് അല്ലാഹനെ കാണണോ? നിനക്ക് അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? നിന്റെ വീടിന്റെ ചാരത്ത് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാൽ അവിടെന്ന് തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തില് മുനാഫിക്കീങ്ങളല്ലാതെ എല്ലാവരും പള്ളിയിൽ വരുമായിരുന്നു. നടക്കാൻ സുഖമില്ലാത്തവർ, രോഗികൾ 2 പേരുടെ ചുമലിൽ കൈവച്ചിട്ടാണെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുമായിരുന്നു എന്ന് പറയുമ്പോ, അള്ളാഹനെ കാണണ്ടേ, പടച്ചറപ്പിന്റെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരം നിസ്കരിക്കണേ എന്നവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ പള്ളികളിൽ ദുആ ചെയ്യുന്നത് കേട്ടവരാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശുഹ്റു റമളാൻ. പടച്ചവനെ അല്ലാഹുവേ, റമളാൻ മാസത്തിന് സ്വാഗതം അരുളിയിട്ട് പടച്ചുറപ്പിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. റജബ് മാസം നമ്മളോട് വിട പറഞ്ഞു. ശഅബാനിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മാസങ്ങൾ കടന്നു വന്നിട്ട് പോലും ഈ ചെറുപ്പക്കാരാ, നിനക്കെന്തേ തോന്നാത്തത്? നിനക്കൊന്ന് നിസ്കരിക്കാ തോന്നാത്തതെന്താ? പടച്ചവനെ, ചിലര് പള്ളിയിൽ പോകുന്നവരുണ്ട്. അവരല്ലാഹുവേ, പടച്ചവനെ, ആകെ
ആഴ്ചയിൽ ഒരിക്കലാണ് പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം ഇമാമ ഖുത്ബയിൽ നിന്ന് രണ്ടാമത്തെ ഖുത്ബ കഴിഞ്ഞു ഇറങ്ങുന്ന സമയത്താണ് ചാടിക്കീറുന്നത്. അല്ലാ, ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഓടാമായിരുന്നു റബ്ബേ. വെള്ളത്തിൽ കിടന്നവര് മത്സ്യത്തിനെടുത്ത് കരയിലിട്ടതുപോലെ, അത് വെള്ളത്തിലേക്ക് പോകാൻ പിടയുന്നത് പോലെ പള്ളിക്കകത്ത് കയറിയാ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി, ഓടിയാ മതിയല്ലോ. ചിലർക്ക് നമസ്കാരം കളിയാണ്, ചിലർക്ക് നമസ്കാരം തമാശയാണ്. പടച്ചവനെ, അതിലൂടെ നരകത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. നമസ്കരിച്ചിട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നോക്കുമ്പോ ഒരു സഹാബി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അതാ നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടി നേരെയാക്കുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ താടി ഇങ്ങനെ നേരെയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നു, മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് നീ നമസ്കാരത്തിൽ ഇങ്ങനെ താടി നേരെയാക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? നീ മരിച്ചു പോയാൽ എന്റെ ഉമ്മത്തായിട്ടാ മരിച്ചു പോയതെന്ന് നീ കരുതല്ലേ. നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ തന്റെ താടിയൊന്ന് നേരെയാക്കിയ സ്വഹാബിയോട് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പെട്ടെന്ന് നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ സുജൂദും റുകൂഉം നേരെയല്ലാതെ ധൃതിയിൽ നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഒരാളെ കാണുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 40 കൊല്ലമായി തങ്ങള്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയുവോ? 40 കൊല്ലത്തെ നിസ്കാരം വെറുതെയായി പോയി, 40 കൊല്ലത്തെ നിസ്കാരം കളിയായി പോയി. മരിച്ചു പോയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തായിട്ടാണ് മരിച്ചതെന്ന് നീ കരുതല്ലേ. പടച്ചവരെ, അല്ലാഹുവേ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, നമസ്കരിക്കുമ്പോഴല്ലേടാ നീ നിന്റെ മുടി നേരെയാക്കുന്നത്, പടച്ചവനെ കൈമടക്കുന്നത്, അല്ലാഹുവേ ശരീരം ചൊറിയുന്നത്, അല്ലാഹുവേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകൾ ഇടിച്ച് കളിക്കുന്നത്, ഫോൺ വരുന്നത് പോലും എടുക്കുന്നത് ആ സമയത്താണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിയാണ്. നമസ്കരിക്കുമ്പോ പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ. ഒരു കൊതുക് കടിച്ചാ മതിയല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാ മതിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ മാറുകയാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ പൊന്നുമോര്? കൈകെട്ടിക്കഴിഞ്ഞാ അല്ലാഹുവേ ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുവോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയുമോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ കാലിങ്ങനെ പഴുക്കുകയാ, തന്റെ കാലിങ്ങനെ പഴുക്കുകയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, ഉർവ തങ്ങള്, ഈ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കാല് മുറിച്ചു മാറ്റണം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു പറഞ്ഞു, കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ളവരെ, പിന്നെയും ഇങ്ങനെ നടക്കുകയാണ്. കാലിന്റെ പഴുപ്പ് മുട്ടുവരെയെത്തി. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും വൈദ്യന്മാരുടെ മുന്നിലെത്തി. അവര് പറഞ്ഞു, തങ്ങള് മുട്ട് വെച്ച് കാല് മുറിച്ചു മാറ്റണം, മുട്ടിന്റെ ഭാഗം വെച്ച് കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, വല്ലാത്ത പ്രയാസമാകുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞു, കാല് മുറിച്ചു മാറ്റലല്ലാതെ മറ്റൊരു പോൺ വഴിയില്ല. അവസാനം ഉർവതങ്ങൾ സമ്മതിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി അതാ വൈദ്യന്മാര് കടന്നു വരികയാണ്. ഒരു പാത്രത്തിൽ ലഹരി കൊണ്ടുവരികയാ, ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇത് കുടിക്കാ. കാരണം എന്തെന്നറിയുവോ? എന്തിനാണിത് കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന ഉർവതങ്ങള്,
ഇത് കുടിച്ചാൽ വേദന അറിയില്ലല്ലോ. അല്ലാഹുവേ, ഇത് മുറിക്കുന്ന സമയത്ത്, അങ്ങയുടെ കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാനാണ് ഈ ലഹരിയൊന്ന് കുടിക്കാൻ പറയുമ്പോ ഉർവതങ്ങള് പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതിന് കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല, ലഹരി തിന്നണ്ട് ലഹരി കുടിക്കേണ്ട ആവശ്യമില്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, നമസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിഞ്ഞോ, കഴിയുമെങ്കിലും നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുളുവെടുക്കുകയാണ്, അവിടുന്ന് വുളുവെടുക്കുകയാണ്. എന്നിട്ട് പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, അല്ലാഹ് വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർളു, അല്ലാഹുവോട് പറയുന്നു, റബ്ബേ എന്റെ ജീവിതം നിനക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൈകെട്ടുകയാണ്. അല്ലാഹ് എന്നിട്ട് അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. അതാ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് ഓതാ തുടങ്ങുമ്പോ വൈദ്യന്മാര് കടന്നു വന്നിട്ട് ഉർവ തങ്ങളുടെ കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ തന്റെ പച്ചക്കാലിങ്ങനെ വെട്ടിമുറിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല, നമസ്കാരത്തിലാണ്, തന്റെ കാലിങ്ങനെ പച്ചയായി വെട്ടിമുറിക്കുകയാ. ഉർവതങ്ങളൊന്നും അറിയുന്നില്ല, നമസ്കാരത്തിലാ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റി. ഉർവതങ്ങൾ അറിഞ്ഞില്ല, ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം രക്തം നിൽക്കുന്നില്ല, മുറിച്ച കാലിനും രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചവരെ, രക്തം നിൽക്കുന്നതിന് വേണ്ടി അവര് ചെയ്തതെന്തെന്നറിയുവോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് അല്ലാഹ് അതാ മുറിച്ച കാലി എണ്ണയിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തിളച്ച എണ്ണയ്ക്കകത്തേക്ക് തന്റെ മുറിച്ച കാലങ്ങ് മുക്കുമ്പോ ഉർവ തങ്ങളങ്ങ് പിടഞ്ഞ് താഴെ വീഴുകയാ. ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ, ഉർവ തങ്ങള് ബോധമില്ലാതെ കിടക്കുമ്പോ കുടുംബക്കാര് കടന്നു വരികയാണ്. ഉർവ തങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നു. ആ 7 മക്കളിൽ 7ാമത്തെ ഒരു ചെറിയ മകനുണ്ടല്ലോ, അവനെ ഒട്ടകം ചവിട്ടിയിട്ട് മരിച്ചുപോയി. തന്റെ പൊന്നാര ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരിച്ചുപോയി. അല്ലാഹ്, കുടുംബക്കാരും വൈദ്യന്മാരും വല്ലാത്ത വേദനയിലാ. ബോധം വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? കാല് മുറിച്ചു മാറ്റിയെന്നോ, തന്റെ പൊന്നാര മകൻ മരിച്ചതാണോ പറയേണ്ടത്? എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബക്കാര് മുഴുവനും വേദനിച്ചു കൊണ്ടിരിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബോധം തിരിച്ചു വരികയാണ്. അതാ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങ് നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ ഉർവ തങ്ങൾ അൽഹംദുലില്ലാഹ് പറയുകയാ. രണ്ടാമതായി പറഞ്ഞു, തങ്ങള് അങ്ങയുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരിച്ചുപോയി തങ്ങള്. തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറയുമ്പോഴും അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. എന്തൊരു മനുഷ്യനാ പടച്ചവര്. കാല് മുറിച്ചു മാറ്റിയപ്പോ തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറയുകയാണല്ലോ. ജനങ്ങൾ ചോദിച്ച ഉറുബതങ്ങള് എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞത്? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കൈയും രണ്ട് കാലും എനിക്ക് തന്നു. ഒന്നല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. അല്ലാഹു എനിക്ക് ഒരു കാല് ബാക്കി തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ. രണ്ടാമത് പറഞ്ഞത് എന്തിനെന്നറിയുവോ? 7 മക്കളെ തന്നിട്ട് അല്ലാഹു ഒരെണ്ണത്തിനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, 6 എനിക്ക് തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ. ഉറുവതങ്ങൾ അവിടെ നിന്ന് പറയുകയാ. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ ഉറുവതങ്ങളിരുന്ന് കരയുകയാണ്. പെട്ടെന്ന് തേങ്ങി കരയുന്നത് കണ്ടപ്പോ ജനങ്ങൾ ചോദിച്ചു, എന്തേ തങ്ങള് കരയുന്നതിന്റെ കാരണം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, അല്ലാ ഇന്നലെ വരെ നിസ്കരിക്കുമ്പോ വലിയ സൂറത്ത് ഓതിയിട്ട് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയുമായിരുന്നല്ലോ. ഇനി എനിക്കതിന് കഴിയില്ലല്ലോ. ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവരെ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് നരകം. എങ്ങനെ നിസ്കരിക്കുന്നത് നമുക്കെന്നറിയുവോ? കളിയും തമാശയുമായ ഭയഭക്തിയില്ലാതെ തോന്നിയതുപോലെ കാക്ക കൊത്തുന്നത് പോലെ കടന്ന് കോപ്രായം കാണിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിനക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, എന്റെ പ്രിയമുള്ളവര്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരണോ? ഒരൊറ്റ 5 മിനിറ്റ് കൊണ്ട് നീ നിന്റെ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കേവലം 5 മിനിറ്റ് കൊണ്ട് കഴുകി കളയണോ ചെറുപ്പക്കാരാ? കഴുകി കളയണോ പെങ്ങള്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, 2 റക്അത്ത് നിസ്കരിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ പള്ളിയുടെ പായിൽ നിന്ന് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നമസ്കരിക്കേണ്ട രീതിയിൽ ഒരു മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒരു വഖത്ത് നിസ്കാരം ആരെങ്കിലും ഭയഭക്തിയോടുകൂടി നിസ്കരിച്ചിട്ട് പിരിയുമ്പോ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരൊറ്റ വഖത്ത് നിസ്കരിച്ചാൽ മതി, സ്വർഗം കിട്ടും. പക്ഷെ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിസ്കരിക്കണ്ട, ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കേണ്ട രീതിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പുറത്ത് നീ പള്ളിയിൽ ഇറങ്ങുമ്പോ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ ഇറങ്ങിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ നിസ്കാരം കൊണ്ട് നമുക്ക് സ്വർഗമൊന്നും കിട്ടൂല, നമുക്ക് നരകത്തിൽ സീറ്റ് ഉറപ്പിക്കാം. അങ്ങനെ നമ്മുടെ നിസ്കാരം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? ഒരൊറ്റ വഖത്ത് നിസ്കരിക്കുമ്പോ തന്നെ അവന് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ ചുമ്മാ നിസ്കരിച്ചാ പോരാ. നിസ്കരിക്കുന്നതിന് ചില രീതികളുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിപ്പോ ബോറടിച്ചു തുടങ്ങിയ 11 മണിയാകാറായി, ചുമ്മാതല്ല, 1 മണിക്കൂറായി. അപ്പൊ അതിന്റെ ചില പ്രയാസങ്ങളൊക്കെ മുഖത്ത് കാണുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ പഠിച്ചിട്ട് പോകാം, അത്രേ ഉള്ളൂ. എങ്ങനെയാ നിസ്കരിക്കേണ്ടതെങ്കിലും പഠിച്ചിട്ട് പോകാം. ഇത്ര നേരം ഇരുന്നില്ലേ? കുറച്ചേരം കൂടി ഇരിക്കൂലേ? ഒന്ന് എഴുന്നേറ്റ്. നല്ല രസമുണ്ടല്ലേ ചാരി ഇരിക്കുക. എഴുന്നേറ്റ്. നിങ്ങളിരുന്നോപ്പാ. നിങ്ങളല്ല ചങ്ങാതി കുഞ്ഞും മടി കിടക്കുന്നത് കൊണ്ട് ആ ചങ്ങാതി ഇരിക്കാൻ പറഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ നിസ്കരിക്കണം എന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഇരിക്കും. എങ്ങനെ നിസ്കരിക്കണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാറ്. ഒരൊറ്റ വഖത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു വുളുവെടുക്കുന്ന സമയത്ത് അല്ലാഹുവേ കരഞ്ഞ് തന്റെ നിറമങ്ങ് മാറുമായിരുന്നു. വുളുവെടുക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ 30 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നുണ്ട്, 40 50 60 പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുളുവെടുക്കുന്ന സമയത്ത് തന്റെ നിറമങ്ങ് മാറുകയാ. കരഞ്ഞ് തന്റെ നിറമങ്ങ് മാറുകയാണ്. ജനങ്ങൾ ചോദിച്ചു, തങ്ങളെ എന്താണങ്ങ് കരയുന്നത്? അങ്ങയുടെ നിറം മാറുന്നതിന്റെ കാരണം ചോദിക്കുമ്പോ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, ഞാൻ ഉളുവെടുക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുവോ? ഞാൻ ഉളുവെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുവോ? അല്ലാഹനെ കാണാനാ. ഞാൻ ഉളുവെടുക്കുന്നത് പടച്ചറപ്പിനെ കാണാൻ പോവുകയാ. എന്നെ പടച്ചറപ്പുണ്ടല്ലോ, എനിക്കെല്ലാ വാരിക്കൂരി തന്ന ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനെ കാണാനാണ് ഞാൻ ഉളുവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ ഞാൻ കരയാതിരിക്കും? എങ്ങനെ ഞാൻ പേടിക്കാതിരിക്കും? എങ്ങനെ എന്റെ നിറം മാറാതിരിക്കും? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? 40 50 കൊല്ലമായ വാപ്പോ, നീ നിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഉളുവെടുക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉളുവെടുക്കുമ്പോ നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, ഞാൻ ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, ഞാൻ അല്ലാഹനെ കാണാനാണ് ഉളുവെടുക്കുന്നത്. ആ ഉളുവെടുക്കുന്ന സമയത്ത് നേരെ ചൊവ്വേ നിനക്കൊന്ന് ഉളുവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉളുവെടുക്കുന്ന സമയത്ത് കരയണേ മോരെ. കരഞ്ഞുകൊണ്ട് വേണം നീ ഉളുവെടുക്കാ. കാരണം നീ അല്ലാഹനെ കാണാനാണ് ഉളുവെടുക്കുന്നത്, അല്ലാഹന്റെ മുന്നിലേക്ക് പോകാനാണ് ഉളുവെടുക്കുന്നത്. അലി ഇബ്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അങ്ങനെ കരഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ഉളുവെടുത്തു. എന്നിട്ട് നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്തേക്ക് കടക്കുകയാ. അല്ലാഹന്റെ ഭവനത്തിന്റെ അകത്ത് കയറി പടച്ചവനെ മുഅദ്ദിന് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ നീ ഇരിക്കണമല്ലോ. എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? പള്ളിക്കകത്തിരിക്കേണ്ടത് എങ്ങനെയെന്നറിയുവോ? നമുക്കതറിയില്ലല്ലോ. നമുക്ക് പള്ളിയുടെ വിലയറിയില്ലല്ലോ. അല്ലാ, പള്ളിക്കകത്തിരുന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ട്, തമാശ പറയുന്നവരുണ്ട്, പച്ചയിറച്ചി തിന്നുന്നവരുണ്ട്, ഇമാമിന്റെ കുറ്റം പറയുന്നവരുണ്ട്, നാട്ടുകാരുടെ പോര
പോരായ്മകൾ പറയുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, 6 സ്ഥലങ്ങളിൽ സംസാരിക്കല്ലേ. 6 സമയങ്ങളിൽ 6 സ്ഥലങ്ങളിൽ അല്ലാഹുവേ അവിടെന്ന് പറയുകയാണ്, 6 സമയങ്ങളിൽ നീ ദുനിയാവിന്റെ കാര്യം പറയാ പാടില്ല. പറഞ്ഞാ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോയി വാപ്പാ. 30 കൊല്ലം നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സദഖ കൊടുത്തത്, സ്വലാത്ത് പറഞ്ഞത്, സൽക്കർമ്മങ്ങൾ ചെയ്തത്, 30 കൊല്ലം നീ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെന്ന് പറയുന്ന ഒരു സ്ഥലമേതെന്നറിയുവോ? അള്ളാന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കല്ലേ. നിനക്ക് നിന്റെ കൂട്ടുകാരനോട് വിശേഷം തിരക്കാനുള്ള സ്ഥലമല്ല, കുടുംബക്കാരൻ ചോദിക്കാനുള്ള സ്ഥലമല്ല, രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമല്ല. അള്ളാന്റെ പള്ളിക്കകത്തിരുന്നിട്ട് ദുനിയാവിന്റെ കാര്യം ഒരു മനുഷ്യന് ഒറ്റ പ്രാവശ്യം സംസാരിച്ചോ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയോ. അതുകൊണ്ട് ഒറ്റ വഖത്ത് കൊണ്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ 2 അള്ളാന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഇരിക്കുമല്ലോ. ആയിരിക്കുന്ന സമയത്ത് നിനക്ക് ചിന്ത വരേണ്ടത് എന്തെന്നറിയുവോ? 6 അടി മണ്ണാണ് വാപ്പാ. നിനക്ക് കബറാണ് ഓർമ്മ വരേണ്ടത്. ആ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, നിനക്കും എവിടെയോ ഒരു സ്ഥലമുണ്ട്. ആ പള്ളിക്കാട്ടിൽ എവിടെയോ നിനക്കൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, നിസ്കാരപ്പായിലിരിക്കുന്ന സമയത്ത് പെണ്ണ് നിനക്ക് ഓർമ്മ വരേണ്ടത് 6 അടി മണ്ണാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖബറിന്റെ ചിന്തയാ മരണത്തിന് ശേഷമുള്ള ജീവിതമാ. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതായി അല്ലാഹുവേ ഇഖാമത്ത് കൊടുത്തു. മരണചിന്തയോടുകൂടി ഇരിക്കുകയാണ്. ഇഖാമത്ത് കൊടുത്തു. നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? അല്ലാ, ഇതെന്റെ അവസാന നിസ്കാരമാണ് റബ്ബേ. ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമോ. ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ല. ഈ നമസ്കാരത്തിന്റെ സലാം വീട്ടിയാ ഞാൻ മരിക്കുകയാണ് റബ്ബേ. അസ്റായീൽ എന്നെ കൊണ്ടുപോകുമല്ലാ. ഇനി എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടി നാട്ടുകാരെ മയ്യത്ത് നമസ്കരിക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണല്ലോ എന്നോർത്തുകൊണ്ട് അല്ലാഹുവേ നമസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബേ, അവസാനത്തെ കാര്യം എന്തെന്നറിയുവോ? മോനെ, കൈകെട്ടികെട്ട് നീ നിസ്കരിക്കുമ്പോ നീ ചിന്തിക്കേണ്ടതല്ലാ, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്നെ പടച്ച റബ്ബിന്റെ മുന്നിലാ. എന്നെ പടച്ച റബ്ബ് ഒരു മറയുമില്ലാതെ എന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നല്ലോ അല്ലാ. ഞാൻ അല്ലാനെ കാണുന്നില്ലെങ്കിലും അല്ല എന്നെ കാണുന്നുണ്ടല്ലോ എന്ന രീതിയോടുകൂടി വേണം നീ നിസ്കാരത്തിൽ നിൽക്കാ. അള്ളാന്റെ റസൂല് പറയുന്നു, പൊന്നുമോനെ, നമസ്കരിക്കുന്നതിന് വേണ്ടി നീ കൈകെട്ടിക്കടിഞ്ഞ വലതുഭാഗത്ത് റബ്ബേ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് ശൈത്താൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നീ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കടിയുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ശൈത്താൻ നീ മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും നിന്നെ ഓർമ്മപ്പെടുത്തുകയാ. നീ മറന്നുപോയ പല കാര്യങ്ങളും ശൈത്താൻ നിന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് നിന്നോട് പറയുന്നു, മോനെ,
അവൻ പറയുന്നത് കേൾക്കല്ലേടാ, നീ അള്ളാന്റെ മുന്നിലാ, നീ നിൽക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാ, നിന്നെ അള്ള കാണുന്നുണ്ടടാ, നിന്റെ കണ്ണിന്റെ മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ടടാ. അവൻ പറയുന്നത് കേൾക്കല്ലേ, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കടാ എന്ന് വലതുഭാഗത്ത് നിന്ന് മലക്കിങ്ങനെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാ ശൈത്താൻ പറയുന്നതും കേട്ട് നമസ്കരിച്ചിട്ട് വെളിയിലേക്ക് അതാ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ ആ മലക്ക് പറയുന്നു, എടാ ശപിക്കപ്പെട്ടവര്, എടാ നശിച്ചവര്, എടാ വൃത്തികെട്ടവര്, ഞാൻ പറഞ്ഞത് നീയൊന്ന് കേട്ടിരുന്നെങ്കില്, ഞാൻ പറഞ്ഞത് നീയൊന്ന് അനുസരിച്ചിരുന്നെങ്കില് നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമായിരുന്നു. എന്നെ നീ നിഷേധിച്ചല്ലോ, എന്നെ നീ കളിയാക്കിയല്ലോ, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലല്ലോ, ശൈത്താന്റെ ചതിയിൽ പെട്ടുപോയല്ലോ. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോ അല്ലാ ആ മലക്ക് നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മലക്ക് പറഞ്ഞതാണ് നീ കേട്ടതെങ്കിൽ മലക്ക് പറയുന്നു, മർഹബാ അല്ലാഹുവേ നിനക്ക് സ്വാഗതം അരുളുകയാണ്. എന്നിട്ട് പറയുന്നു, നിനക്ക് സ്വർഗമുണ്ട് മോനെ, എടാ ഭാഗ്യവാനെ, എടാ വിജയിച്ചവരെ, നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നു. നിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് നിന്നെ യാത്രയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇറങ്ങണം പള്ളിയിൽ പോയാ. നിസ്കാരപ്പായിലേക്ക് കയറിയ ഓരോ പെണ്ണും പള്ളിയിലേക്ക് ഒളിവെടുക്കുമ്പോ തന്നെ നീ തോന്നണം സിനിമയ്ക്ക് പോവല്ല, ഏതെങ്കിലും കണ്ടവനെ കാണാനല്ല നീ ഒളിവെടുക്കണത്. ഒളിവെടുക്കുന്നത് അള്ളാനെ കാണാൻ, പടച്ച റബ്ബിനെ കാണാനാ ഒളിവെടുക്കണം. അപ്പൊ തന്നെ നീ കരയണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒളിവെടുക്കുമ്പോ നീ കരയണം. ഇതെവിടെ കരയാൻ സമയം? ഇക്കാമത്ത് കൊടുക്കുമ്പോ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കഴുകാൻ തന്നെ സമയമില്ല, ഹൗലിൽ കൊണ്ടുവന്ന് മുക്കിയിട്ട് ഓടുക. ആരോടാ പറയണേ? കണ്ടിട്ടില്ലേ? നിസ്കരിക്കാൻ ഓടി ഇങ്ങോട്ട് വരും, 3 പ്രാവശ്യം ഹൗലിൽ നിന്ന് വെള്ളം കോരി കൈ കഴുകാൻ സമയമില്ല. ഇവിടെ വരെ അങ്ങ് മുക്ക്, ഒരു കുടുക്കത്തൊരു മുക്ക് മുക്കിയിട്ട് കയറാ. തലയൊക്കെ തടകണണ്ടാ വിചാരിക്കും പടച്ചോനെ പെയിന്റ് അടിക്കണ പോലെ ഒന്ന് തൊട്ടിട്ട് കളിയാക്കിയിട്ട് ഓടാ. ഒളിവെടുക്കണ സമയത്ത് തന്നെ നിന്റെ കണ്ണ് നിറയണം. പള്ളിക്കകത്ത് കയറി ഇരുന്നിട്ട് പച്ചയിറച്ചി തിന്നാൻ, എടാ നിന്റെ ചങ്ങാതിയെ കാണുമ്പോ അളിയ സുഖമാണോ എന്ന് ചോദിച്ചാ 30 കൊല്ലം നീ കഷ്ടപ്പെട്ടത് പോയി. 30 കൊല്ലം പോയി നിസ്കരിച്ചതും ഖുർആൻ ഓതിയതൊക്കെ പോയി. 6 സ്ഥലങ്ങളിൽ നീ സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. പള്ളിക്കകത്തിരുന്നിട്ട് വിശേഷം മക്കളൊക്കെ സുഖമാണോ, എട്ടിച്ചു വിട്ട മക്കളൊക്കെ ആയോ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പള്ളിക്കകത്തിരുന്ന് നീ പള്ളിക്കകത്തിരിക്കുമ്പോ ഓർമ്മ വരേണ്ടത് പള്ളിക്കാടാ, നീ കബറിന്റെ അകത്ത് കിടക്കണ രംഗം നിനക്ക് ഓർമ്മ വരണം. 3 നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോ നീ ചിന്തിക്കണം, പടച്ചോനെ ഇപ്പെന്താ പോവാ, നിസ്കാരം കഴിഞ്ഞാ ഉടനെ എന്നെ കൊണ്ടുപോകും. അസ്രായിൽ ഇങ്ങനെ സമയം കാത്തു നിൽക്കുക വെട്ടാൻ വേണ്ടി, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കാൻ. നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം ഒന്ന് നിസ്കരിച്ചു നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ ചിന്ത, കൈകെട്ടുമ്പോ നീ ചിന്തിക്കണം, നീ നിക്കണത് എവിടാ? നിന്നെ പടച്ച റബ്ബിന്റെ മുന്നിലാ. ഇടതുഭാഗത്ത് ശൈത്താൻ വന്നിട്ട് പറയണ്ട, അപ്പൊ നിനക്ക് ഇത്തിരി പൈസ തരാറുണ്ട്, ഓർമ്മയില്ലേ? അവനെല്ലാം ഓർമ്മിപ്പിക്കും. തമാശയ്ക്ക് പറയും, ഒരു കാര്യം എവിടെങ്കിലും വെച്ചിട്ട് മറന്നുപോയാൽ ഓർക്കണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. എന്തെങ്കിലും ഒരു സാധനം എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, തമാശക്ക് പറയാം, എടാ ഒന്ന് കൈകെട്ടി നിസ്കരിക്കടാന്ന്. ഉറപ്പായിട്ട് നിസ്കരിച്ചാൽ ഓർമ്മ വരും. കാരണം എന്താ? ശൈത്താമെന്ന് പറഞ്ഞു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്ത് വലതുഭാഗത്തൊരു മലക്ക് നിന്നിട്ട് പറയണ്ട, അള്ളാന്റെ മുന്നിലാടാ നിക്കണം, നേരെ ചൊവ്വ നിക്ക്, പടച്ചവനെ ഭയന്നുകൊണ്ട് നിക്കടാ, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തെരിയും. മലക്കിങ്ങനെ പറഞ്ഞുതരും. ശൈത്താൻ പറയുന്നതും കേട്ട് നീ ഇറങ്ങിപ്പോകുമ്പോ ഈ മലക്കിന്റെ ശാപവും വാങ്ങിയിട്ട് നീ ഇറങ്ങിപ്പോകണം.
ആ മലക്ക് പറയുന്നത് നീ അനുസരിച്ച നീ സ്വർഗത്തിന്റെ അവകാശിയായിട്ട് ഇറങ്ങിപ്പോകും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കുന്ന നടത്തം അത് വെറുതെയല്ല, നിനക്കത് സിറാത്തിൽ രക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ പള്ളി നടന്നു പോണേ? ആരാ പള്ളി നടന്നു പോണേ? പറ്റുമെങ്കിൽ മിഹ്റാബിനകത്ത് വരെ ബൈക്ക് കയറ്റും നമ്മൾ. പള്ളിക്കകത്ത് സഫില് കൊണ്ട് വെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വണ്ടി അതിനകത്ത് കയറ്റും ഞാനും നിങ്ങളും. ആരാ നടക്കണേ? ഞാനും നടക്കൂല, നിങ്ങളും നടക്കൂല. എല്ലാവരും വണ്ടിയിലെ യാത്ര അല്ലേ? വാപ്പാടിയൊക്കെ വാപ്പ വയ്യ ഉസ്താദെ, ഒരു ചുവട്ടടി മുന്നോട്ട്. വാപ്പാടിയൊക്കെ എന്താ പള്ളി വരാത്ത? ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. അല്ലാഹ് എന്താ പറച്ചിലെന്നറിയോ? ഇങ്ങനെ പറയണ വാപ്പ ഒന്ന് വീണു. കൊണ്ട് കരുനാഗപ്പള്ളി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അങ്ങ് പള്ളിക്കുഴി പോകും കേട്ടോ. കൊളസ്ട്രോള് കൂടുതലാ. രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ നടന്നില്ലെങ്കിൽ നീ അങ്ങ് തീരും, മരിച്ചുപോകും ഡോക്ടർ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ച് ഭാര്യ എഴുന്നേക്കും. അലാറം വെച്ചിട്ട് എഴുന്നേക്കും ഭാര്യ. എന്നിട്ട് വിളിക്കും, മച്ച എഴുന്നേക്ക് മച്ച. കിളവനെ വിളിക്കുക എഴുന്നേക്കാൻ. എന്തിനാ? നിസ്കരിക്കാനല്ല. രാത്രി കിടന്ന് സുബഹിയുടെ സമയത്ത് ഉറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത് ഒരു പെണ്ണ് വെള്ളം കുടഞ്ഞ് ഉണർത്തിയാൽ ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ അവൾ ഉണർത്തിയിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ ഉണർത്തിയിട്ടില്ല. ഇത് ഭർത്താവ് ചാവൂന്ന് ഡോക്ടർ പറഞ്ഞപ്പോ രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റിട്ട്, മച്ച എഴുന്നേക്ക് മച്ച, വാ തീരും, വാ നടക്കാം, പൊക്ക, ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വാപ്പായും പെണ്ണുമ്പിള്ളയും കൂടെ ഇറങ്ങി നടക്കാ. റോഡിൽ കൂടെ ഒന്ന് കാണണം. ഭാര്യ പറയും, ഞാൻ കൂടെ വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ വരാം. ഒരു കൈയിൽ ടോർച്ചും ഒരു കയ്യിൽ ഒരു കമ്പും. എന്തിനാ? പട്ടിയെ തല്ലാൻ. എന്തിനാ? മച്ചായ പട്ടിയടിക്കാൻ വന്ന തല്ലാൻ വേണ്ടി പെണ്ണുമ്പിള്ള ഒരു കമ്പം പിടിച്ചിട്ട് കിളവന്റെ കൂടെ നടക്ക. എന്ത്? ഇപ്പം കാലിനൊരു ഗുരുവില്ല. ഇപ്പം നിങ്ങളുടെ ഒന്നും കാലിനൊരു കുഴപ്പമില്ല. പള്ളിയിൽ പോകാൻ ഒരു ചുവട്ടടി വയ്യ. ഒരുത്തം പറഞ്ഞ് ചാകൂന്ന് നടന്നില്ലേ? അള്ളാഹു നടത്തിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ.